വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ UK ഒരു 2-3 വർഷമായിട്ട് വളരെയധികം നേഴ്സസ് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറിയാവുന്ന പോലെ തന്നെ NMC രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ 3 വർഷം കൂടുമ്പം റീവാലിഡേഷൻ ചെയ്യണം. അപ്പോൾ പലർക്കും അതിനെപ്പറ്റി ഒരു ഡീപ്പ് നോളജ് ഇല്ല. റീവാലിഡേഷൻ ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷേ എന്തൊക്കെ ചെയ്യണം, എന്താണ് റീവാലിഡേഷൻ, എന്ത് ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ലൈൻ മാനേജർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, റീവാലിഡേഷൻ എന്താണ്, NMC റീവാലിഡേഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. NMC റീവാലിഡേഷൻ എന്ന് പറഞ്ഞാൽ NMC രജിസ്ട്രേഷൻ കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പം റീവാലിഡേറ്റ് ചെയ്യുക. അതായത് നമ്മൾ പർട്ടിക്കുലർ അവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ നമ്മൾ NMC കോഡ് ഓഫ് കണ്ടക്റ്റ് അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ വാല്യൂസ് എങ്ങനെയാണ് അത് നമ്മൾ പ്രൂവ് ചെയ്യണം ത്രൂ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ്. അത് നമ്മുടെ ലൈൻ മാനേജർ കൺഫേം ചെയ്യണം. അതാണ് NMC റീവാലിഡേഷൻ. NMC രജിസ്ട്രേഷൻ എല്ലാ വർഷവും നമുക്ക് റിന്യൂ ആകും, പക്ഷേ റീവാലിഡേഷൻ എവറി 3 years ആണ്. അത് അക്കോർഡിംഗ് ടു ദ NMC കോഡ് ഓഫ് കണ്ടക്റ്റ് നമ്മൾ ഫിറ്റ്നസ് ടു പ്രാക്ടീസ് അതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് NMC കോഡ്? അതിനകത്ത് 4 എണ്ണമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. പ്രയോറിറ്റൈസ് പീപ്പിൾ, പ്രാക്ടീസ് എഫക്റ്റീവ്ലി, പ്രിസർവ് സേഫ്റ്റി, പ്രൊമോട്ട് പ്രൊഫഷണലിസം ആൻഡ് ട്രസ്റ്റ്. എന്താണ് റീവാലിഡേഷൻ ജേർണി? അതായത് 3 വർഷം കൂടുമാണ് റീവാലിഡേഷൻ. അപ്പോൾ 3ാമത്തെ വർഷം റിന്യൂവൽ ടൈം ആകുമ്പോഴത്തേനും നമുക്ക് റീവാലിഡേഷൻ, അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ 60 ദിവസം മുന്നേ ഓപ്പൺ ആവും. അപ്പോൾ ആ 60 ദിവസത്തിനുള്ളിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം, പക്ഷേ കമ്പൽസറി ആയിട്ട് ഈ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. പിന്നെയും റിന്യൂവലിന് വേണ്ടിയിട്ട് നമുക്ക് 1 month കൂടിയുണ്ട്. ആ 1 monthനുള്ളിൽ അവർ റീവാലിഡേറ്റ് ചെയ്യും. അപ്പോൾ അത് മസ്റ്റായിട്ടും ആ കട്ട് ഓഫ് ഡേറ്റിൻ്റെ മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ സപ്പോസ് March 30 റിന്യൂവൽ ഡേറ്റ് എങ്കിലും March 1 മുമ്പ് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതാണ് കട്ട് ഓഫ് ടൈം. ഇനി എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്? അതായത് 450 മണിക്കൂർ വർക്ക് ചെയ്തിരിക്കണം. അതിപ്പോൾ നമ്മളൊരു ഫുൾ ടൈം ജോബിലാണെങ്കിൽ ആ അവേഴ്സ് നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. പിന്നെ CPD കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് 35 അവേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ 35 അവേഴ്സിൽ 20 മണിക്കൂറും പാർട്ടിസിപ്പേറ്ററി ആയിരിക്കണം. ബാക്കി 15 മണിക്കൂർ നമ്മളല്ലാതെ ഓൺലൈൻ സ്റ്റഡിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നമ്മുടെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ മാൻഡേറ്ററി ട്രെയിനിങ്ങിൽ നിന്നൊക്കെ എടുക്കാം. അടുത്ത് പ്രാക്ടീസ് റിലേറ്റഡ് ഫീഡ്ബാക്കാണ്. അത് 5 എണ്ണം വേണം. നമ്മുടെ കലീഗ്സോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഫീൽഡിന് റിലേറ്റഡ് ആയവരിൽ നിന്ന് 5 ഫീഡ്ബാക്ക് വേണം. ഇപ്പോൾ ഫീഡ്ബാക്ക് ഫോമൽ ആകാം, അല്ലെങ്കിൽ ഇൻഫോമൽ ആകാം, റിട്ടൺ ആകാം, അല്ലെങ്കിൽ വെർബലും ആകാം. അപ്പോൾ ഏതെങ്കിലും ഫോമിലുള്ള ഫീഡ്ബാക്ക് മതി. ഇപ്പോൾ ഫീഡ്ബാക്ക് നമ്മൾ ഫീഡ്ബാക്ക് ലോഗിൽ ഫീഡ് ചെയ്യുക. പിന്നെ അടുത്ത് വേണ്ട റിഫ്ലക്റ്റീവ് അക്കൗണ്ടാണ്. 5 റിഫ്ലക്റ്റീവ് അക്കൗണ്ട് വേണം. റിഫ്ലക്റ്റീവ് അക്കൗണ്ട് എങ്ങനെ എഴുതുന്നെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ 5 റിഫ്ലക്റ്റീവ് അക്കൗണ്ട് വേണം. പിന്നെ ഒരു റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ, അതായത് ഒരു NMC രജിസ്ട്രൻറ്റുമായിട്ട് റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ റിഫ്ലക്റ്റീവ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാം. പിന്നെ റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു NMC രജിസ്ട്രൻറ്റുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഹെൽത്ത് ആൻഡ് ഇൻഡെമനിറ്റി, അത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അല്ലെ ഏത് ഓർഗനൈസേഷനിൽ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അവരാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ കൺഫേമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈൻ മാനേജറാണ്. ഈ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്ത് എല്ലാ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആണെങ്കിലാണ് കൺഫേമർ സൈൻ ചെയ്യുന്നത്. NMC റീവാലിഡേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ലൈൻ മാനേജർ അപ്രോച്ച് ചെയ്യുക. ലൈൻ മാനേജറാണ് കൺഫേമർ ആകേണ്ടത്. അതുപോലെ തന്നെ ഈ NMCയിൽ പിന്നെ നമ്മൾ റാൻഡം ആയിട്ട് അവർ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കാൻ പറയും. അതുകൊണ്ട് പോർട്ട്ഫോളിയോയിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് മസ്റ്റാണ്. നമ്മളെല്ലാ ഡോക്യുമെൻറ്റ്സും റെഡിയാക്കി വെക്കേണ്ടത് മസ്റ്റാണ്. ഇൻ കേസ് NMC ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അയച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ റീവാലിഡേഷൻ ലാപ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പിൻ നമ്പർ എക്സ്പയറി ആകുന്ന ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ലൈൻ മാനേജറുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് കൺഫേമറായിട്ട് ലൈൻ മാനേജറെ തന്നെ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നെക്സ്റ്റ് സീനിയർ ലെവലിലുള്ള പിന്നെ മാനേജർ വേണം ചെയ്യാനായിട്ട്.
പിന്നെ നമ്മൾ കഴിവതും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആദ്യമേ തന്നെ കളക്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം എഴുതി ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മൾ ഈ നമ്മുടെ പോർട്ട്ഫോളിയോ ആരെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ കൊണ്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആർക്കെങ്കിലും NMC റീവാലിഡേഷനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.